ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രചന ആദിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആകാശ് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ ആദി പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ബാലപീഡനത്തിന് എന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശ് കുറച്ചൊന്ന് ഒതുങ്ങുന്നുണ്ട് കേട്ടോ. ശേഷം ആദി മുകളിലേക്ക് പോവാണ്. രചന പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം ആകാശ് തന്നെയാണ്. വെറുതെ ഇരിക്കായിരുന്നു എൻ്റെ മോൻ. അവന്റെ മനസ്സിൽ പകയും തീയും കൊണ്ട് ഇട്ടിട്ട് ആകാശിന് ഇപ്പൊ എന്ത് നേടി? ഒന്നും നേടിയില്ല. ആകാശ് തോറ്റുപോയിക്കൊണ്ടിരിക്കുക എൻ്റെ മോന്റെ മുൻപിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞു പോവാണ്. ആകാശ് മനസ്സിൽ വിചാരിക്കേണ്ട, ഞാൻ നട്ടു വളർത്തിയ പൂവാണ് അവൻ. അവൻ ഇവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ കൊഴുപ്പിലാണ് അവൻ തടി വെച്ച് വീർത്തിരിക്കുന്നത്. എന്നിട്ട് അവൻ എന്നെ തന്നെ വഴക്കു പറയാനും അടിക്കാനും ആയിരിക്കുന്നത്. അവൻ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഇതിനുള്ള ശിക്ഷ ആദിക്ക് ഞാൻ കൊടുത്തിരിക്കും. അല്ലെങ്കിലും അവനെ കൊടുക്കണേ നല്ലത്. അവനെ നോന്താ മാത്രമേ മഹേഷിന് നോവുള്ളൂ. മഹേഷിന് ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ല വലുത്. മഹേഷിന്റെ മക്കളാണ് അവന് ഏറ്റവും വലുത്. പിന്നെ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇഷിത. അതുകൊണ്ട് ആദിക്കോ അതുപോലെ തന്നെ ചിപ്പിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മഹേഷിനത് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി ആദിനെ നോവിച്ചാൽ മതി, മഹേഷ് നൊന്തോളും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ ആദ്യമല്ല ആകാശ്. ശേഷം രാവിലെ തന്നെ ആദ്യമാണെങ്കിൽ മുടിയൊക്കെ ചീവി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രചന ഒന്ന് ചോദിക്കണ്ടേ, അല്ല മോനെ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, മോനിത് എവിടേക്കാ, ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണോ? അല്ല മമ്മി എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കണത്? മമ്മിക്ക് അറിയില്ലേ ഡാഡി ഹോസ്പിറ്റലാണ്, ഞാൻ ഡാഡിനെ കാണാൻ വേണ്ടി പോവാ, എന്നാ ഞാനും വരാം മോനെ എന്ന് പറയാണ്. മമ്മി വരണ്ട, മമ്മി വന്ന ഡാഡിക്ക് അത് ഇഷ്ടമാവില്ല. ഓഹോ, അപ്പൊ നീ ഇപ്പൊ അങ്ങനെ പറയാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ മോനെ, നിന്റെ ഡാഡി അവിടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഐസിയുവിന്റെ ഫ്രണ്ടില് ആരും ഉണ്ടായിരുന്നില്ല, ഈ നിന്റെ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹേഷിന് ഏത് അപകടാവസ്ഥയിലും ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് അപകടം സംഭവിക്കുമ്പോൾ മഹേഷിനും അറിയാൻ സാധിക്കും. അതാണ് മോനെ ഞാനും മഹേഷും തമ്മിലുള്ള ബന്ധം. മമ്മി എന്തൊക്കെ പറഞ്ഞാലും മമ്മീനിപ്പോ എന്റെ കൂടെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഡാഡിക്ക് അത് ഇഷ്ടാവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടെ ആകാശങ്ങളുണ്ടല്ലോ, ആകാശങ്ങളിലും അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് മമ്മി അയാളുടെ ഇഷ്ടം നോക്കി ഇവിടെ നിന്നോ, ഞാൻ എന്റെ ഡാഡിനെ കാണാൻ വേണ്ടി പോകുവാണ്, കൂടെ ചിപ്പിയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഇറങ്ങി പോകുമ്പോഴേക്കും ആകാശ് ചോദിക്കണ്ടേ, അല്ല നീ എവിടേക്കാണ് രാവിലെ തന്നെ പോകുന്നത്? നിന്റെ തന്ത ചത്തോന്ന് അറിയാനാണോ? അതെ, എന്റെ ഡാഡിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, ശരിക്കും സൂക്ഷിക്കണം. നിങ്ങളെ പോലെ തന്നെ പറയും ചെയ്യും ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്യാതെ ഒന്നും ഞാനിരിക്കില്ല. ഞാൻ ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്തിരിക്കും, കേട്ടല്ലോ. കാരണം എന്റെ ശരീരത്തോടെ മഹേഷ് ചന്ദ്രന്റെ ബ്ലഡ് ആണ്, അല്ലാതെ ആകാശ് മേനന്റെ ബ്ലഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ. ആകാശാണെങ്കിൽ, ഓ രചന, നിന്റെ മോന്റെ സംസാരം കേട്ടില്ലേ? നോക്കോ, ഇനി അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി വായ തുറന്ന രചന, അവനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. കാരണം അവൻ ഇല്ലാതാക്കിയാലും മഹേഷിനെ നോവോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ആദ്യം എന്തെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അന്ത്യമായിരിക്കും, നീ കുറിച്ചിട്ടോ എന്ന് പറയാണ്. അവൻ ചെറുതല്ലേ ആകാശ് എന്ന് രചന പറയുമ്പോ, എന്ത് ചെറുത്? ഒരു ചെറുതുമില്ല, അവന്റെ നാവേ വലുതാണ്, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് ആകാശ് ഇങ്ങനെ പറയാട്ടോ. അതേസമയം ഹോസ്പിറ്റലിൽ ഇഷിത എടുത്ത് മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മഹേഷ് എന്തിനാ വീട്ടിൽ പോകാൻ ധൃതി കാണിക്കണേന്ന്. ഇവിടെ രചന കയറി വരുന്നോണ്ടാണല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ എനിക്ക് അവളിവിടെ വരുന്നതും നിൽക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. താൻ ഡോക്ടറോട് ചോദിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോന്ന്. മഹേഷ് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല, മഹേഷിന് വാർഡിലേക്ക് മാറ്റണ്ടേ. അത് സാരില്ലടോ, താൻ ഡോക്ടറല്ലേ, താൻ നോക്കിക്കോളാന്ന് പറ, എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയാൻ. അപ്പോ ഇഷിത പറയണ്ടേ, ഞാൻ ചോദിക്കാം മഹേഷ് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നിങ്ങനെ പറയാണ്. അവിടേക്ക് ആദി വരുന്നുണ്ട്. ആഹാ, ദേ ആദി വന്നല്ലോ എന്ന് പറയാണ്. ഇഷിതാമ്മടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവെന്ന് അറിയില്ല. അതിനെ ഞാൻ എന്താ മോനെ ചെയ്തത്? ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചില്ലേ? സത്യം പറഞ്ഞ ദൈവങ്ങൾ കേട്ടത് മോന്റെയും ചിപ്പിമോളുടെയും പ്രാർത്ഥനയാണ്. പക്ഷെ ഇഷിതാമ്മ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ഇഷിതാമ്മ ഒരുപാട് പിള്ളേരെ രക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഡാഡി രക്ഷപ്പെട്ടത്. ഇഷിതാമ്മ ഡാഡിനെ സ്നേഹിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മമ്മി കാണിക്കുന്ന സ്നേഹം വെറും സ്നേഹമാണ്. എനിക്കറിയാം എന്റെ മമ്മി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മി ഡാഡി നിന്ന് അകന്നു പോയെന്ന്. ഒരിക്കലും ഞാൻ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇഷിതാമ്മ എന്നോട് എന്തെങ്കിലും ക്ഷമിക്കണം കേട്ടോ. ഞാൻ പല കാര്യങ്ങളും ഇഷിതാമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഇപ്പൊ എനിക്ക് വിഷമമാണ്. ഡാഡിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഡാഡിനെ ഒരുപാട് പറഞ്ഞ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. മോനെ അതൊന്നും കുഴപ്പമില്ല, നീ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് പറയണത്? ഒരു കുഴപ്പമില്ല മോനെ, നീ എന്തൊക്കെ പറയാലും എന്റെ മോനല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കാട്ടോ.
അതിനുശേഷം ഇഷിത എടുത്ത് പറയണ്ട അതെ ഇഷിതാമ്മ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന വീട്ടിലേക്ക് വേണമെങ്കിൽ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് ആദി പറയാണ്. അത് നീ എങ്ങനെയാ മോനെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ചാച്ചനില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറയാണ്. പിന്നെ ചിപ്പി അവിടെ ഒറ്റയ്ക്കല്ലേ, ഇഷിതാമ്മ അവളുടെ അടുത്ത് കൂടി നിൽക്കേ, ശേഷം ഇവിടെ വന്നാൽ മതി. എന്നാൽ ശരി, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാം മഹേഷ്, അച്ഛനും അമ്മയും കാണണമെന്നും പറയുന്നുണ്ടായിരുന്നു. ശരി, താൻ വീട്ടിലേക്ക് പോയിട്ട് വാ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, ഡോക്ടറോട് ചോദിക്കണം. ഞാൻ ചോദിക്കാം മഹേഷ്. എന്താ ഇഷിതാമ്മേ? അല്ല, ഡാഡിക്ക് ഡിസ്ചാർജ് ആയി പോവാൻ ധൃതിയായി, അതാണ് എന്ന് പറയാണ്. ഇഷിതാമ്മേ, ഡാഡിന്റെ അസുഖം മാറ്റം മാത്രം ഡിസ്ചാർജ് ചെയ്താൽ മതി കേട്ടോ. അത് അത്രേ ഉള്ളൂ മോനെ. മഹേഷ്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ നമ്മുടെ മാഷും പ്രിയാമണിയും ഇഷിതേനെയും കാത്തിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ തന്നെ പ്രിയാമണി ചോദിക്കേണ്ട, മോളെ ഇപ്പൊ എങ്ങനെയുണ്ട് മഹേഷിന്? ഒരു കുഴപ്പമില്ല അമ്മേ, മഹേഷിനെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഹാവു, നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ? നമ്മുടെ പ്രാർത്ഥനക്കാളും വലിയ പ്രാർത്ഥനയായിരുന്നു അമ്മേ ആദിയുടെയും ചിപ്പിയുടെയും. ആദി ശയനപ്രദക്ഷിണ വരെ ചെയ്തായിരുന്നു, അറിഞ്ഞു. ആ കുട്ടിയുടെ കാര്യം സമ്മതിക്കണം കേട്ടോ. ഇത്ര ചെറുപ്പത്തില് എല്ലാ അമ്പലത്തിലെ ആൾക്കാരൊക്കെ അതിന് സമ്മതിച്ചോ? അവന്റെ നിർബന്ധം കാരണം പൂജാരി തന്നെയാ അവനാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറയണം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. പിറ്റേ ദിവസം തന്നെ മഹേഷ് ഇഷിതടുത്ത് പറയണ്ടേ, എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം എന്ന് പറയണം. ആ ദിവസമാണ് പോലീസുകാർ കേസ് അന്വേഷണത്തിന് വേണ്ടി അവിടേക്ക് വരുന്നത്. മഹേഷ്, തനിക്ക് സംസാരിക്കാൻ പറ്റോ എന്ന് CA ചോദിക്കുമ്പോൾ, സംസാരിക്കാൻ പറ്റും സർ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് മഹേഷിനെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചത്, ക്ഷമിക്കണം. ഒന്നുമില്ല സർ, സാർ എന്താ വെച്ചാൽ ചോദിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. അപ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോലീസോ? പോലീസ് എന്തിനാ ഇവിടെ വന്നത്? എന്താണാവോ കാര്യം? ആക്സിഡന്റ് ആണല്ലോ നടന്നത്, ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും എന്ന് രചന വിചാരിക്കുകയാണ്. പോലീസ് പറയുന്നുണ്ട്, മഹേഷിന് നടന്നത് ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതക ശ്രമമാണോന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്നത് രചന ആകെ ഷോക്ക് ആവാട്ടോ. രചനയുടെ മുഖം മാറുമ്പോൾ തന്നെ ഇഷിത അത് നോട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ സർ അങ്ങനെ പറഞ്ഞത്? അല്ല, മഹേഷിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കില്ല പ്ലാൻ ഒരുക്കിയത്, ഇഷിത ഡോക്ടറെ കൊല്ലാനായിട്ടായിരിക്കും. കാരണം ഡോക്ടറിന്റെ വണ്ടിയാണല്ലോ ആക്സിഡന്റിൽ പെട്ടത്. അപ്പൊ വെച്ചാൽ മഹേഷാണ് ആ വണ്ടി ഓടിച്ചത്, അതുകൊണ്ടിട്ടാണ് മഹേഷിന് അപകടം സംഭവിച്ചത്. ഇഷിത ഡോക്ടറിന്റെ വല്ല ശത്രുക്കൾ ആരെങ്കിലും ചെയ്ത പണിയായിരിക്കും ഇത്. ഡോക്ടർക്ക് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിച്ചാ ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും, ഡോക്ടറാണല്ലോ, അപ്പൊ അതെന്തായാലും ശത്രുക്കളും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ കേസ് അന്വേഷിച്ചോട്ടെ, അതിന് നിങ്ങളുടെ സമ്മതം വേണം. നിങ്ങൾ ഒരു പരാതി എഴുതി തരണം. ഇഷിത മാഡം ഒരു പരാതി എഴുതി തരാണെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കായിരുന്നു. ഞാൻ എഴുതി തരാം സർ. അങ്ങനെ ഇതൊരു കൊലപാതക ശ്രമമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് അന്വേഷിക്കണം. അല്ല, സാറിനെന്താ അങ്ങനെ ഒരു സംശയം തോന്നാനായിട്ട്? അല്ല, ആ വണ്ടി ആക്സിഡന്റ് ആയ വണ്ടി ഷോറൂമിൽ എത്തിച്ചായിരുന്നു കാറിന്റെ. അവരത് പരിശോധിച്ച ശേഷം പറഞ്ഞു, കാറിന്റെ കുഴപ്പമല്ല, അതിന്റെ ബ്രേക്കിന് എന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന്. അത് കട്ട് ചെയ്ത പോലത്തെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് കട്ട് ചെയ്തെന്നോ? അതെ, കാറൊക്കെ നല്ല കണ്ടീഷനാണ്, പക്ഷേ ബ്രേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, അതും വണ്ടിയുടെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാറേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കും അതെ. എന്തായാലും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. എന്തായാലും നിങ്ങളുടെ സഹകരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് രചന അവിടെ നിൽക്കുമ്പോൾ പോലീസ് ചോദിക്കണ്ടേ, അല്ല ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ, അത് മഹേഷിന്റെ ആദ്യ ഭാര്യയാണ് എന്ന് ഇഷിത പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. രചനക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ, ഇഷിത താൻ പിടിക്കപ്പെടോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ വരാൻ